ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ 3ഉം 4ഉം സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 1ഉം ആണ് നമ്മൾ ഇന്ന് തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് മൊത്തത്തിൽ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി എക്സാം ഏകദേശം അടുത്താവാനായിട്ടുണ്ട് അല്ലെ. എടുക്കുന്ന ചാപ്റ്റേഴ്സ്, നമ്മൾ പ്രീവിയസ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് നമ്മളൊന്ന് റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ സൗണ്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലോ ക്ലിയർ ഇല്ലെങ്കിലോ ഒന്ന് പറയാം കേട്ടോ. നമ്മുടെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് നോൺ കോപ്പറേഷനും ഖിലാഫത്ത് മൂവ്മെന്റും ആണ്. അത് ഗാന്ധിയുടെ സത്യാഗ്രഹം അതുപോലെ നോൺ വയലൻസ് ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെന്റും. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ഇവന്റുകളാണ്. അപ്പൊ ഗാന്ധി വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലെ പ്രത്യേകത എന്തായിരുന്നു? മാസ് സ്ട്രഗിൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭങ്ങളായിരുന്നു. മുമ്പുള്ള രണ്ട് തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗാന്ധിയൻ തലത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ബഹുജന സമരങ്ങളുടെ കാലഘട്ടമായിരുന്നു. എക്സ്ട്രീമിസ്റ്റുകൾ മാസിനെ കുറച്ചൊക്കെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഗാന്ധിയാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുള്ളത്. അതായത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പോലെ. അതാണ് ഗാന്ധിയൻ ഫേസിന്റെ ഒരു പ്രത്യേകത, മാസ് സ്ട്രഗിളിന്റെ കാലഘട്ടം. അപ്പൊ ഈ 1922 കാലഘട്ടം ഈ മാസ് സ്ട്രഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാലഘട്ടം കൂടിയായിരുന്നു. കാരണം ഈ സമയത്താണ് രണ്ട് പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും. ഇനി എന്തൊക്കെയായിരുന്നു നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് മൂവ്മെന്റും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട പശ്ചാത്തലം, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോസസ്, ഈ രീതിയിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ മേജർ കോസസ് എന്താണ്? നമ്മൾ പോയിന്റ് ഇട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആണ്, രണ്ടാമത് റൗലത്ത് ആക്ട് ആണ്, മൂന്നാമത് ജാലിയൻ വാലാബാഗ് ആണ്, നാലാമത് എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആണ്, അഞ്ചാമത് ഖിലാഫത്ത് ഇഷ്യൂ. ഇതിന്റെയൊക്കെ ഒരു കൾമിനേഷൻ ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ അതിന്റെ അഡാപ്ഷൻ എന്ന് പറയുന്നത്. അതില് ഈ റൗലത്ത് ആക്ടും ജാലിയൻ വാലാബാഗും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. റൗലത്ത് ആക്ട് വന്നതുകൊണ്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായത്. അപ്പം മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഇന്ത്യക്കാരുടെ ഡിമാൻഡുകളെ അംഗീകരിച്ചു വന്ന ഒരു ആക്ട് ആയിരുന്നു മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യക്കാർക്ക് സെൽഫ് ഗവൺമെന്റ്, സ്വയംഭരണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നല്ലോ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 19 ആക്ട് പ്രകാരം ഇന്ത്യക്കാർക്കും കൂടി റെസ്പോൺസിബിലിറ്റി കൊടുത്തു, ഭരിക്കുന്നതിൽ ഇന്ത്യക്കാർക്കും കൂടി ഒരു അവസരം കൊടുക്കുന്ന എന്ന രീതിയിലാണ് ഈ ഒരു 19 ആക്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഗവൺമെന്റ്, ഇന്ത്യക്കാരുടെ ഡിമാൻഡുകൾ അനുസരിച്ചുള്ള ഒരു സെൽഫ് ഗവൺമെന്റ് കൊടുത്ത ഒരു ആക്ട് ആയിരുന്നു 1919 ആക്ട്. അത് പ്രകാരം നമ്മുടെ സെൻട്രലിലെയും പ്രൊവിൻസിലെയും ഭരണത്തിൽ എന്ത് കൊണ്ടുവന്നു? ഡയാർക്കി സംവിധാനം കൊണ്ടുവന്നു. അത് പ്രകാരം ഭരണം രണ്ട് തലത്തിൽ വിഭജിക്കപ്പെട്ടു. ഒന്ന് എക്സിക്യൂട്ടീവ് കൗൺസിലും രണ്ട് മിനിസ്റ്റേഴ്സും. ഈ ഡയാർക്കി സംവിധാനം പ്രകാരം, ഡയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണം എന്നാണ്. അപ്പൊ രണ്ട് ഭരണം ഉണ്ടാകും, ഒന്ന് കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും, മറ്റൊന്ന് മിനിസ്റ്റേഴ്സും. അതുകൂടാതെ ഈ പ്രൊവിൻസുകളുടെ അല്ലെങ്കിൽ പ്രവിശ്യകളുടെ തലവനായിട്ട് ഗവർണറെ നിയമിക്കുകയും ചെയ്തു. ഭരിക്കേണ്ട വിഷയങ്ങളെയും എന്താക്കി? രണ്ട് വിഷയങ്ങളാക്കി മാറ്റി. ഒന്നായിരുന്നു ട്രാൻസ്ഫേർഡ് സബ്ജക്ട്, രണ്ടാമതായിരുന്നു റിസർവ്ഡ് സബ്ജക്ട്. 19 ആക്ട് എന്ന് പറയുന്നത് ഒന്ന് സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവന്നു, മറ്റൊന്ന് പ്രൊവിൻസിൽ ഡയാർക്കി കൊണ്ടുവന്നു. ഡയാർക്കി പ്രകാരം രണ്ട് ഭരണങ്ങൾ ഉണ്ടായി, ഒന്ന് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഭരണവും മറ്റൊന്ന് മിനിസ്റ്റേഴ്സിന്റെ ഭരണവും. ഭരിക്കാനുള്ള വിഷയങ്ങളെ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ എന്നും റിസർവ്ഡ് സബ്ജക്റ്റുകൾ എന്നും പറഞ്ഞ് രണ്ടാക്കി തരംതിരിച്ചു. അത് റിസർവ്ഡ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഗവർണറുടെ നേതൃത്വത്തിലും, ഈ റിസർവ്ഡ് സബ്ജക്റ്റുകളിൽ പ്രധാനമായിട്ടും വരുന്ന മേഖല ഒന്ന് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം, അതുപോലെ തന്നെ ഭൂനികുതി, വരുമാനങ്ങള്, ഇതുമായി ബന്ധപ്പെട്ടതാണ് റിസർവ്ഡ് സബ്ജക്റ്റുകൾ ഉണ്ടാവുക. ഇനി
ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ രണ്ടാമത്തെ വിഭാഗത്തിനായിരുന്നു. അതിൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം, പ്രാദേശിക ഭരണം, അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നത്. അത് നോക്കിയിരുന്നത് ആരായിരുന്നു? മിനിസ്റ്റേഴ്സ് ആയിരുന്നു അത് നോക്കിയിരുന്നത്. ഇനി മിനിസ്റ്റേഴ്സിന് ആരായിരുന്നു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്? എക്സിക്യൂട്ടീവിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു മിനിസ്റ്റേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏത് മിനിസ്റ്റർ ആവണം എന്നുള്ളത് നോമിനേറ്റ് ചെയ്തിരുന്നത് അന്ന് കാലത്ത് നമ്മളെ പോലെ നാട്ടുകാരോ ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോ ആയിരുന്നില്ല. പകരം എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ 19 ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പത്തിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തു? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗത്വം വർദ്ധിച്ചു. അതായത് കൂടുതൽ അംഗങ്ങൾ വരാൻ തുടങ്ങി. അതിൽ ഇന്ത്യക്കാരായ ആളുകളും ഉണ്ടായിരുന്നു. ഈ 19 ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്? ക്ലാസ് ഇലക്ട്രേറ്റ്, അതായത് ക്ലാസ് വെച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണ മണ്ഡലങ്ങള്, സിഖുകാർക്ക് പ്രത്യേക സംവരണ മണ്ഡലങ്ങൾ, അങ്ങനെ ക്ലാസ് ഇലക്ട്രേറ്റ് വന്നതും എന്തായിരുന്നു? ഈ പറഞ്ഞ 19 മൊണ്ടേഗോ ചെംസ്ഫോർഡ് ആക്ട് പ്രകാരമായിരുന്നു. അപ്പൊ അതെന്തായിരുന്നു? നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങാനുള്ള ഒരു കാരണമായിരുന്നു. കാരണം ഇന്ത്യക്കാർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കൂടാതെ ഈ പറഞ്ഞ കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ പിന്നീട് എന്ത് ചെയ്തു? വർഗീയ സമരങ്ങളിലേക്കും വർഗീയ കലാപങ്ങളിലേക്കും നയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് എന്താ? റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ അത് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇന്ത്യക്കാരുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവതരിപ്പിച്ച ഒരു നിയമമാണല്ലോ നമ്മുടെ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. 1917 നമ്മുടെ ചെംസ്ഫോർഡ്, അതൊക്കെ വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് ആണ് സിഡ്നി റൗലത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്ന്, ആ സമയത്ത് ഇന്ത്യയിൽ ബംഗാളൊക്കെ ചുറ്റിപ്പറ്റി വളർന്നുകൊണ്ടിരുന്ന ഈ പറഞ്ഞ റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, തീവ്രവാദ അല്ലെങ്കിൽ വിപ്ലവ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും വിപ്ലവ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ അതിനൊക്കെ തന്നെ തടയിടാനും വേണ്ടിയിട്ടാണ് ഈ റൗലത്ത് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പൊ റൗലത്ത് ആക്ടിന്റെ കീഴിൽ നമുക്കറിയാം, ഊഹിക്കുന്ന, അതായത് വിപ്ലവകാരിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഊഹിക്കുന്ന ഏതൊരാളെയും അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ വിചാരണ ഇല്ലാതെ 2 വർഷം വരെ തടവിൽ വെക്കാനും ഈ പറഞ്ഞ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ജയിലിലാക്കപ്പെട്ട ആൾക്ക് ബെയിലിന് പോകാനുള്ള അവസരം നിഷേധിക്കുക തുടങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള പൗര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ഒരു കൂച്ചുവിലങ്ങായിരുന്നു ഈ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ റൗലത്ത് ആക്ടിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഇന്ത്യയിൽ? അത് ഇന്ത്യക്കാർക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം എന്തായിരുന്നു? എല്ലാ പൗര സ്വാതന്ത്ര്യങ്ങളെയും എടുത്തു കളയുന്നതായിരുന്നു ഈ 19 റൗലത്ത് ആക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ റൗലത്ത് ആക്ടിനെതിരെയാണ് എന്ത് ചെയ്തത്? ഗാന്ധി സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം 1919 സത്യാഗ്രഹ സഭ ആരംഭിക്കുന്നത്. എന്തിനെതിരെ? ഈ റൗലത്ത് ആക്ടിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൂടാതെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധി ഒരു നാഷണൽ വൈഡ് ഹർത്താൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ വേഗം പറഞ്ഞു പോകുന്നത്. ഒരു ദേശവ്യാപകമായിട്ടുള്ള ഹർത്താൽ, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹർത്താൽ വന്നത് ഈ റൗലത്ത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഹർത്താൽ എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനകളുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹർത്താൽ ആരംഭിക്കുന്നത്. 6-ാം തീയതി ഏപ്രിൽ 19 എന്ത് ചെയ്തു? ഏപ്രിൽ 19 ഇന്ത്യയിലെ ധാരാളം സ്ഥലങ്ങളിൽ ഈ റൗലത്ത് ആക്ടുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അതിൽ ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് എവിടെയായിരുന്നു? പഞ്ചാബിലായിരുന്നു അല്ലെ. അപ്പൊ പഞ്ചാബിൽ ആ സമയത്ത് എന്ത് ചെയ്തു? മാർഷൽ ലോ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? പഞ്ചാബിൽ സൈനിക നിയമം. കാരണം ആ സ്ഥിതിഗതികൾ ഒന്ന് ഭേദമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ജനറൽ ഡയറിനെ ഏൽപ്പിച്ചു. ആ സമയത്താണ് 2 നേതാക്കന്മാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നത്. സത്യപാലിനെയും കിച്ലുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിനെതിരെ പ്രതികരിക്കാന് ബൈസാഖി ആഘോഷത്തിന്റെ ദിവസം അമൃത്സറിൽ കൂടിയ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ബ്രിഗേഡിയർ എന്ത് ചെയ്തു? വെടിവെക്കാൻ ഉത്തരവിടുകയും 100 കണക്കിന് എത്രയോ പേര് മരിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എങ്കിലും ആ നിരാലംബരായ ജനങ്ങൾക്ക് നേരെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ ജനറൽ ഡയർ, പടയുമായി വന്ന ജനറൽ ഡയർ എന്ത് ചെയ്യുന്നത്? വെടിവെക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം അതുവരെ ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ എല്ലാ അവരുടെ ധാരണകളെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായിരുന്നു അല്ലെ. അതിനെ തുടർന്ന് ധാരാളം ഇവന്റുകൾ ഉണ്ടായി. പ്രധാനപ്പെട്ട പോയറ്റ് ആയിരുന്ന രവീന്ദ്രനാഥ ടാഗോർ തന്റെ പദവി തിരിച്ചു കൊടുത്തു.
അതുപോലെ ഗാന്ധിയും തന്റെ പദവി തിരിച്ചു കൊടുത്തു. ഒരുപാട് പേര് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. അങ്ങനെ ഇന്ത്യക്കാരുടെ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. എഡ്വിൻ മൊണ്ടേഗു ആണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്. ഹണ്ടർ കമ്മീഷൻ ആർക്ക് അനുകൂലമായിരുന്നു? നമ്മുടെ ബ്രിഗേഡിയറിന്റെ ജനറൽ ഡയറിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡയറിനെ ജസ്റ്റ് കുറ്റപ്പെടുത്തി എന്നല്ലാതെ ഡയറിന് യാതൊരു ശിക്ഷയോ അല്ലെങ്കിൽ അതിനെ അപലപിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം അതിന് ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ ഇഷ്യൂ. അപ്പൊ ഒന്ന് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസും, രണ്ടാമത് റൗലത്ത് ആക്ടും അതിനെ തുടർന്നുണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും. മൂന്നാമത്തതാണ് സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ. അത് നമ്മൾ ഗാന്ധി വന്നപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഈ യുദ്ധാനന്തര വർഷങ്ങളിൽ, അതായത് യുദ്ധത്തിന് ശേഷവും എന്തുണ്ടായിരുന്നു? ഇന്ത്യയിൽ അന്ന് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ചും അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് ഉണ്ടായി. അതുകൂടാതെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഉൽപാദനത്തിൽ കുറവുണ്ടായി. ഈ ചെലവുകളൊക്കെ തന്നെ റെന്റുകളൊക്കെ തന്നെ അധികരിപ്പിക്കുകയും ചെയ്തു. അപ്പം ഇതെന്ത് ചെയ്തു? സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നതായിരുന്നു. വിലക്കയറ്റം, അമിത നികുതി, അമിത വാടകകള്, ഇതൊന്നും തന്നെ സാധാരണത്തോട് നിരാശരും അതുപോലെ തന്നെ ദേഷ്യമുള്ളവരും ആയിരുന്നു. അപ്പൊ മൂന്നാമത്തെ കാരണമായിരുന്നു എക്കണോമിക് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സമയത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂയ ഖിലാഫത്ത് ഇഷ്യൂ സംഭവിക്കുന്നത് അല്ലെ. ഖിലാഫത്ത് ഇഷ്യൂ എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് തുർക്കി ജർമ്മനിയുടെ ജർമ്മനിയുടെ പക്ഷം ചേർന്നു. അതായത് ബ്രിട്ടന്റെ എതിരായിട്ട് ജർമ്മനിയുടെ പക്ഷത്താണ് ആര് ചേർന്നത്? ജർമ്മനിയുടെയും ഉണ്ടായിരുന്നത്. ഈ തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്നത് ലോകത്തുള്ള ഇന്ത്യയിലൊക്കെയുള്ള അടക്കമുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഖലീഫയായിട്ട് കാണുന്ന ആളാണ് തുർക്കിയിലെ കാലിഫേറ്റ് എന്ന് പറയുന്നത്. പേര് തകരുകയും ഇത് ലോകത്താകമാനുള്ള മുസ്ലിങ്ങൾക്ക് ഒരു ഇൻസൾട്ട് ആയിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും മത നേതാക്കന്മാരായി കണക്കാക്കപ്പെടുന്ന ഖലീഫയാണ് ഖലീഫ ഭരണം ഇല്ലാതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അതിനകത്തുള്ളതുകൊണ്ടാണ് നമ്മുടെ അലി ബ്രദേഴ്സ് എന്ന് വിളിക്കുന്ന ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും. പേര് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അലി ബ്രദേഴ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ അലി സഹോദരന്മാർ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതിനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഖിലാഫത്ത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് സഹോദരന്മാരാണ് അലി സഹോദരന്മാർ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഡിമാൻഡ് എന്തായിരുന്നു? ഒന്ന്, ഓട്ടോമൻ എംപയറിന്റെ ഖലീഫേറ്റിനെ എന്ത് ചെയ്യുക? പുനഃസ്ഥാപിക്കുക. അതായത് ഖലീഫയെ തിരിച്ച് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. എല്ലാ അറബ് ലാൻഡുകളും മുസ്ലിം അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. അതുകൂടാതെ മുസ്ലിംസിന്റെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ തന്നെ ആരുടെ കൺട്രോളിന്റെ കീഴിൽ കൊണ്ടുവരിക? ഖലീഫന്റെ കീഴിൽ കൊണ്ടുവരിക. എന്നിവയായിരുന്നു പ്രധാനമായിട്ട് നമ്മുടെ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. 1919 ബോംബെയിൽ വെച്ചിട്ട് ഒരു ഖിലാഫത്ത് കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചു. മറ്റേത് ഖിലാഫത്ത് മൂവ്മെന്റ് ആണ് കേട്ടോ. അതിന്റെ ആദ്യപടി എന്തായിരുന്നു? 19 ബോംബെയിൽ വെച്ചിട്ട് ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ തുടക്കത്തിൽ ഈ ഖിലാഫത്ത് കമ്മിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പെറ്റീഷൻസ് സമർപ്പിക്കുക, അതുകൂടാതെ ഡെപ്യൂട്ടേഷൻസ്, കുറച്ച് സംഘങ്ങളായി ചേർന്ന് ബ്രിട്ടീഷ് അധികാരികളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക, എന്നിട്ട് ഖലീഫയുടെ പവർ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക, ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇത്തരം മെത്തേഡുകളിൽ ചില നേതാക്കന്മാർക്ക്, അതായത് ഖിലാഫത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന ചില നേതാക്കന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പെറ്റീഷൻസ് കൊണ്ടുപോയി കൊടുക്കുന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഡെപ്യൂട്ടേഷനായി പോയി അഭ്യർത്ഥിക്കുന്നതൊന്നും തന്നെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേശവ്യാപകമായിട്ട് ദേശീയ തലത്തില് ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നേതാക്കന്മാര് ആഹ്വാനം ചെയ്തു. അതിനുശേഷമാണ് 1919 നവംബറിൽ ഡൽഹിയിൽ വെച്ചിട്ടൊരു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ്, അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം വിളിച്ചു കൂട്ടുന്നതും ആ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? എല്ലാ ബ്രിട്ടീഷ് വസ്തുക്കളും ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനം ചെയ്യുന്നതും. അതാണ് അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. അതാണ് ദേശവ്യാപകമായിട്ട് മൊത്തം ഇന്ത്യ തലത്തിൽ എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് ഗുഡ്സുകൾ ബോയ്ക്കോട്ട് ചെയ്യുക. ആ തീരുമാനം എടുത്തത് എപ്പോഴാണ്? ഖിലാഫത്ത് കോൺഫറൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. അതായത് ബോംബെയിൽ നടന്നത് ഖിലാഫത്ത് കമ്മിറ്റി. ഇനി അത് കൂടാതെ ഈ അലി സഹോദരന്മാര് എല്ലാ ആളുകളും ചേർന്നിട്ടുള്ള ഒരു ജനകീയ കലാപത്തിനുള്ള പദ്ധതികളും അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് ഗാന്ധിയുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി വർഗീയതയും മറ്റുമൊക്കെ തന്നെ ഒരു വർധനവിൽ നിൽക്കുന്ന സമയത്താണ് ഗാന്ധിയോട് ഈ അലി ബ്രദേഴ്സ് ചെന്ന് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട്
ചില സഹായങ്ങളെ കുറിച്ചും സാധ്യതകളെ കുറിച്ചൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? ഇതൊരു സുവർണാവസരമായിട്ട് മുതലെടുക്കുകയും ഈ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പിന്തുണ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. കാരണം മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഗാന്ധിക്ക് ആ സമയത്ത് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അവസരം ഒത്തുവരുന്നത്. അതിനുശേഷം ഫെബ്രുവരി 20-ന് ചില സമയത്ത് നമ്മളോട് ഇതിന്റെ ഒരു സ്റ്റെപ്സുകൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ 19-ല്, അതിനുശേഷം 20-ല്, അങ്ങനെ ഓരോ ഇവന്റുകളും അങ്ങനെയാക്കി എഴുതിയാൽ മതി. പോയിന്റ് ഇട്ട് എഴുതിയാൽ മതി. 1920-ല് ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? ഗാന്ധി കമ്മിറ്റിയോട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതുപോലെ തന്നെ നോൺ വയലന്റ് ആയിട്ടുള്ള രീതിയിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്തു. അതിനുശേഷം 1920 ജൂൺ 9-ന് ഖിലാഫത്ത് കമ്മിറ്റി, അലഹബാദിൽ കൂടിയ ഖിലാഫത്ത് കമ്മിറ്റി എന്ത് ചെയ്തു? ഗാന്ധിയുടെ നിർദ്ദേശമായിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അക്സെപ്റ്റ് ചെയ്തു. ഗാന്ധി തന്നെയായിരുന്നു അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടത്തുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ഖിലാഫത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒഫീഷ്യലി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മുടെ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഗാന്ധി ഖിലാഫത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. അത് അലഹബാദിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1920 ജൂൺ 9-ന് അലഹബാദിൽ വെച്ച് നടന്നതിൽ വെച്ചിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഈ എന്തായിരുന്നു പ്രധാനമായിട്ടും ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? അത് വ്യത്യസ്ത സ്റ്റേജുകളായിട്ടായിരുന്നു. ഒന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും പദവികളും രാജിവെക്കുക, അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക. രണ്ടാമത്തത് ഗവൺമെന്റ് അഫിലിയേറ്റഡ് സ്കൂളുകൾ, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്കൂളുകളൊക്കെ തന്നെ ബഹിഷ്കരിക്കുക. അതുകൂടാതെ കോളേജുകളും ലോ കോർട്ടുകളും വിദേശ വസ്ത്രങ്ങളും ബഹിഷ്കരിക്കുക. മൂന്നാമതായിട്ട് സിവിൽ സർവീസ് നിന്ന് രാജിവെക്കുക. അത് ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നല്ലോ സിവിൽ സർവീസ്. അപ്പൊ നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിട്ടീഷുകാരുടെ എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സെർവന്റ് ആയിട്ടാണ് വരും. അങ്ങനെ സിവിൽ സർവീസ് നിന്ന് രാജിവെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പോലീസ്, ആർമി, ഇത്തരത്തിലുള്ള എല്ലാ ബ്രിട്ടീഷ് സേവനങ്ങളിൽ നിന്നും രാജിവെക്കുക. ലാസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ടാക്സുകൾ അടക്കാതിരിക്കുക. ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്ന ടാക്സുകൾ അടക്കാതിരിക്കുക, അല്ലെങ്കിൽ നികുതികൾ അടക്കാതിരിക്കുക. ഈ രീതിയിലായിരുന്നു വിവിധ ഘട്ടങ്ങളായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് തിരിയുന്നത് കേട്ടോ. അങ്ങനെ ഗാന്ധി എന്ത് ചെയ്തു? ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കോൺഗ്രസിൽ നിന്നും നേടിയെടുത്തു. അങ്ങനെ 1920-ല് കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സമ്മേളനം ചേരുന്നുണ്ട്. എല്ലാ വർഷത്തിലും കോൺഗ്രസ് സമ്മേളനം ഉണ്ടാകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മേളനങ്ങളും 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ അദ്ദേഹം അതിൽ നിന്നും എടുക്കുകയും ചെയ്തു. എവിടെ? ഈ സ്പെഷ്യൽ സമ്മേളനത്തിൽ വെച്ചിട്ട് കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെതിരെ ഓപ്പോസിഷൻസ്, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും CR ദാസിനെ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോട് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻസ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു രീതിയിലും സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നല്ലോ. അപ്പം ഈ ഇലക്ഷൻസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇലക്ഷൻസ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനെതിരെ CR ദാസ് എതിർത്തു. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു സ്വരാജ് എന്ന് പറയുന്നത്. 3 ലക്ഷ്യങ്ങളായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ഗാന്ധി അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഒന്നെന്തായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ഖിലാഫത്ത് ഇഷ്യൂവും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് ഇഷ്യൂവും സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? സ്വരാജും കൂടി, അതായത് സെൽഫ് റൂള് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും കൂടി അതിലേക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അത് നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സ്വരാജും കൂടി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒരു ലക്ഷ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. 1920-ലെ നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള സ്വരാജ് കൂട്ടിച്ചേർക്കുന്നത്. ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? ഖിലാഫത്ത് ഇഷ്യൂവും പഞ്ചാബ് ഇഷ്യൂ. പഞ്ചാബ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അമൃതസർ, നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി 1920-ലെ നാഗ്പൂർ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് INCയെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമത് എന്താണ്? കൽക്കട്ട സെഷനിൽ വെച്ച് എടുത്ത തീരുമാനം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് പാസ് ചെയ്തത്, അതായത് അംഗീകരിച്ചത് നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ നാഗ്പൂർ സെഷനിൽ വെച്ച് നടന്ന സമ്മേളനം ആയപ്പോഴേക്കും CR ദാസിന്റെ എതിർപ്പുകളൊക്കെ ഇല്ലാതായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ കൂടെ തന്നെ പോകാം എന്നുള്ളത് അദ്ദേഹവും അംഗീകരിച്ചു. അതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയും നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എന്തായിരുന്നു? സെൽഫ് ഗവൺമെന്റ് എന്നതിൽ നിന്നും ഇന്ത്യക്കാരുടെ ആവശ്യം സ്വരാജ് ആയിട്ട് മാറി. അതായത് സമാധാനപൂർവമായ മാർഗങ്ങളിലൂടെ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവരെന്ത് ചെയ്തു? അവരുടെ ഐഡിയ മാറ്റി, അല്ലെങ്കിൽ അവരുടെ
എയിം ഉണ്ടാവുമല്ലോ, അത് അവർ മാറ്റി. രണ്ടാമതായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതും ഈ നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ് ചെയ്യുന്നത്, കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്, അതുകൂടാതെ സെൽഫ് ഗവൺമെന്റിൽ നിന്നും സ്വരാജ് ആണ് ഇനി വേണ്ടത് എന്ന് അവർ തീരുമാനിക്കുന്നതും നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ 1920 നാഗ്പൂർ സെഷൻ അല്ലെങ്കിൽ നാഗ്പൂർ സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് കൂടാതെ മറ്റു ധാരാളം അഡാപ്റ്റേഷൻസും ഇതിലുണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു? കോൺഗ്രസ് ഒരു വർക്കിംഗ് കമ്മിറ്റി, 15 അംഗങ്ങളുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അതുകൂടാതെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, 300 അംഗങ്ങളുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, അതായത് എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഒരു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. ഇനി ടൗൺ ടു വില്ലേജുകളിലുള്ള കോൺഗ്രസ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഭാഷാ അടിസ്ഥാനത്തില് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികളെ വേർതിരിച്ചു. അതായത് കേരളത്തിന് എന്ത് ചെയ്യുക? ഒരു കോൺഗ്രസ് കമ്മിറ്റി, തമിഴ്നാട്ടിന് ഒരു കോൺഗ്രസ് കമ്മിറ്റി, അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? കോൺഗ്രസ് കമ്മിറ്റികളെ വേർതിരിച്ചു. എല്ലാ മുതിർന്നവർക്കും കോൺഗ്രസിൽ എന്ത് ചെയ്യാം? മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ ഇത്രയും തീരുമാനങ്ങൾ എടുത്തത് എവിടെ വെച്ചിട്ടാണ്? നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടായിരുന്നു ഇത്രയും തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് 2 തലങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകളും, രണ്ടാമത് ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകളും. ക്രിയാത്മക പരിപാടികളും, ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാശകരമായ പരിപാടി, വിനാശകരമായ പരിപാടികൾ എന്ന് പറയും. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കാതിരിക്കുക. അപ്പൊ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാതിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്കൂളുകൾ ഉപയോഗിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാരുടെ കോടതികൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമ്മള് ദേശീയ സ്കൂളുകൾ, ഇന്ത്യയുടെ സ്കൂളുകൾ നമ്മൾ ഉപയോഗിക്കും. അതുകൂടാതെ തദ്ദേശീയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും. ഇനി തദ്ദേശീയ വസ്തുക്കളുടെ നിർമ്മാണം ചർക്ക, ഖാദി പോലുള്ളവ വഴി ജനപ്രീതിയുള്ളതാക്കി മാറ്റുകയും ചെയ്തു. അതായത് ക്രിയാത്മക പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്താണ്? ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ വസ്തുക്കളും ബഹിഷ്കരിക്കുക. സ്കൂളുകള്, കോളേജുകള്, ലോ കോർട്ടുകള്, പോലീസ് സംവിധാനങ്ങള്, സർവീസുകള്, ഇതൊക്കെ ബഹിഷ്കരിക്കുകയും പകരം ഇന്ത്യൻ സാധനങ്ങളോട്, ദേശീയ സാധനങ്ങളോട് കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന 2 തലങ്ങളായിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ഉണ്ടായിരുന്നത്. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു 1921 ആയപ്പോഴേക്ക് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വലിയൊരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അതിൽ ചേരാനും പങ്കുചേരാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടായി. അങ്ങനെ ഗാന്ധി എന്ത് ചെയ്തു? ആ സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ഖിലാഫത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഗാന്ധി അലി ബ്രദേഴ്സിനോടൊപ്പം രാജ്യവ്യാപകമായിട്ട് യാത്രകൾ നടത്തുകയും എല്ലാ ഭാഗത്തുനിന്നും ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനും ഖിലാഫത്തിനുള്ള പിന്തുണ അദ്ദേഹം നേടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും ഖിലാഫത്തിലും പങ്കുചേരുകയും ചെയ്തു. അങ്ങനെ ബംഗാളിലും പഞ്ചാബിലൊക്കെ തന്നെ ധാരാളം ബ്രിട്ടീഷ് സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കപ്പെട്ടു. അന്ന സമയത്ത് CR ദാസ്, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ മൂവ്മെന്റിൽ അവർ ഗാന്ധിക്ക് എതിരായിരുന്നെങ്കിൽ കൂടിയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ അവര് ആക്റ്റീവ് റോള് തന്നെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ അഡ്വക്കേറ്റുമാരായിരുന്ന മോത്തിലാൽ നെഹ്റു, C രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ ഇവരൊക്കെ എന്ത് ചെയ്തു? തങ്ങളുടെ ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വക്കീൽ പ്രാക്ടീസ് അവര് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വിദേശ വസ്തുക്കളെല്ലാം തന്നെ ആ സമയത്ത് ബഹിഷ്കരിച്ചു. വിദേശ മദ്യഷാപ്പുകളൊക്കെ തന്നെ പിക്കറ്റ് ചെയ്ത് അടച്ചുപൂട്ടി. ഈ സമയത്ത് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വസ്തുക്കളുടെ വിൽപ്പന അല്ലെങ്കിൽ അതിന്റെ സെയില് വളരെ ഗണ്യമായിട്ട് കുറയുകയും ചെയ്തു. ഈ ഒരു മൂവ്മെന്റിന് ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ചില ചാലഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ചാലഞ്ചിൽ ഒന്ന് എന്തായിരുന്നു? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്തും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറാച്ചിയിൽ വെച്ചിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി, അതായത് എന്തിനു വേണ്ടി തുടങ്ങിയത്? നമ്മുടെ ഖിലാഫത്തിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഖിലാഫത്ത് കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തു, ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം പ്രകാരം എന്തായിരുന്നു? ബ്രിട്ടീഷ് ആർമിയിൽ ഒരൊറ്റ മുസ്ലിങ്ങളും തന്നെ എന്ത് ചെയ്യൂല? സെർവ് ചെയ്യൂല, അല്ലെങ്കിൽ ഒറ്റ മുസ്ലിം പട്ടാളക്കാരും ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടാവില്ല എന്നൊരു ആഹ്വാനം, രാജ്യദ്രോഹ കുറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് ബ്രിട്ടന്റെ രാജകുമാരനായിട്ടുള്ള പ്രിൻസ് ഓഫ് വെയിൽസിലെ രാജകുമാരൻ 1921 രാജകുമാരൻ വന്ന സമയത്ത് ഇന്ത്യക്കാരായ ആളുകള് ഒരു നെഗറ്റീവായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജകുമാരനെ സ്വീകരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു കലാപത്തിലേക്ക് നയിച്ചു. കാരണം എയർപോർട്ടിൽ വന്നിറങ്ങിയ രാജകുമാരനെ വരവേറ്റത് മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ
നിറയൊഴി അതിന്റെ ആ ഓരോ ഘട്ടങ്ങൾ ശക്തമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ കിട്ടുന്ന നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കും. ആളുകൾ തന്നെ എന്ത് ചെയ്യും എന്നിട്ട് ബ്രിട്ടീഷ് തങ്ങളുടെ ഓപ്പറേഷൻ ബാൻ ചെയ്തു. പദ്ധതികൾ ഭാഗത്തുണ്ടായിരുന്നു. 1960 പാർട്ടി കോൺഫറൻസ് വേണ്ടി എന്ത് ചെയ്തു? പുതിയ ശാസനം തയ്യാറാക്കി. പ്രസ്ഥാനം എന്നുള്ളതായി എല്ലാ ആളുകളിലും എത്തി നിൽക്കുന്ന സമയത്ത്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് റെപ്രഷൻ ഉണ്ടായിട്ട് പോലും എത്തി നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പെട്ടെന്ന് ഒരുപാട് നേരമായോ ഞാൻ ലെഫ്റ്റ് ആയിട്ട്? ഒരുപാട് നേരമായിരുന്നു ലെഫ്റ്റ് ആയിട്ട്? ഇല്ല, ക്ലിയർ ഉണ്ടായിരുന്നില്ല. ശരിയായോ? ഇതിലിനി ഏതെങ്കിലും ഭാഗം നമ്മൾ പറഞ്ഞത് വീണ്ടും പറയണോ? ഇപ്പൊ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 ഫെബ്രുവരി 12 അദ്ദേഹം എന്ത് ചെയ്യാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവസാനിപ്പിക്കുക എന്നുള്ള ഡിസിഷൻ അദ്ദേഹം എടുത്തു. ആ തീരുമാനത്തിനെതിരെ CR ദാസും ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ തന്നെ എന്തായിരുന്നു? ആ ഒരു തീരുമാനത്തിന് എതിരുമായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന്ന് പിൻവലിയാനുള്ള കാരണം? അക്രമരഹിതമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനം അക്രമത്തിലേക്ക് പോയപ്പോഴാണ്. അതായത് ഗാന്ധി അവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇന്ത്യക്കാർ ഇപ്പോഴും എന്താണ് നോൺ വയലൻസ് എന്നുള്ളത് പഠിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ബർദോളിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇനി പേയ്മെന്റ് അടക്കാത്ത കർഷകരും മറ്റുമൊക്കെ തന്നെ ടാക്സുകൾ അടക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അതിന് നമ്മൾ ബർദോളി റെസൊല്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ബർദോളി റെസൊല്യൂഷൻ പ്രകാരം കർഷകർ ടാക്സ് അടക്കണമായിരുന്നു, അതുപോലെ തന്നെ റെന്റ് അടക്കണമായിരുന്നു, ഇതെല്ലാം തന്നെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബർദോളി റെസൊല്യൂഷനെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വിളിച്ച പേരാണ് ദേശീയ ദുരന്തം എന്ന് പറയുന്നത്. ഇനി ഒരു മൂവ്മെന്റിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഖിലാഫത്തും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒരുമിച്ച് നടന്നത് കൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ ഈ ഒരു മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ദേശീയ തലത്തിൽ ഈ ഒരു മൂവ്മെന്റിന് പ്രചാരം കിട്ടിയത് കൊണ്ട് തന്നെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യക്കാരായ ആളുകൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ദേശീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തദ്ദേശീയ വ്യവസായങ്ങൾക്ക് വളരാനുള്ള ഒരു
സാഹചര്യം കൂടി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ഗാന്ധിയുടെ ആഗ്രഹങ്ങളായ ഖാദി, ചർക്ക പോലുള്ള കാര്യങ്ങളെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും അതുകൂടാതെ തദ്ദേശീയ വ്യവസായങ്ങളെ അതുവഴി വളരാനും എന്ത് ചെയ്തു, ഈ പറഞ്ഞ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ ഈ CR ദാസിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഗാന്ധിക്ക് എതിരായിരുന്നു അല്ലെ. അപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നതും ആ പിൻവലിക്കുന്ന ശേഷം ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഗാന്ധിയുടെ പ്രത്യയ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് CR ദാസിനെയും മോത്തിലാൽ നെഹ്റുവിനെയും പോലുള്ള ആളുകള് ഒരു പുതിയ രീതിയിൽ കൊളോണിയൽ ഭരണത്തിനെതിരെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ രീതി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും എല്ലാ ആളുകളും വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വിഡ്രോ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ തീരുമാനം ഇവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പകരം അവരെന്തായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെ തുടരുകയും അതുവഴി എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളതുമായിരുന്നു. അപ്പം ഗയയിൽ വെച്ച് നടന്ന സമ്മേളനത്തില് കൗൺസിലുകളൊക്കെ തന്നെ ബഹിഷ്കരിക്കുക എന്നതിനെ അവർ അംഗീകരിച്ചില്ല. പകരം കൗൺസിലുകളിലേക്കുള്ള ഇലക്ഷൻസ് നടക്കട്ടെ എന്നും അങ്ങനെ ഇലക്ഷൻസ് വഴി ജയിച്ചു കയറുന്ന ആളുകൾ ബ്രിട്ടീഷ് ഭരണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തട്ടെ എന്നുള്ളതുമായിരുന്നു ഇവരുടെ ആവശ്യം. പിന്നെ ചില അസ്വാരസ്യങ്ങൾ തുടർന്നുകൊണ്ട് നമ്മുടെ കോൺഗ്രസിൽ നിന്നും മോത്തിലാൽ നെഹ്റുവും CR ദാസും രാജിവെച്ചു. അങ്ങനെ അവർ രാജിവെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സ്വരാജ് പാർട്ടി അല്ലെങ്കിൽ സ്വരാജ്യ പാർട്ടി അവർ ഫോം ചെയ്യുന്നത്. ഈ സമയത്ത് കോൺഗ്രസിൽ രണ്ട് വിധത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേരായിരുന്നു പ്രോ ചേഞ്ചേഴ്സും നോ ചേഞ്ചേഴ്സും. ഈ പ്രോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്ക് ഇന്ത്യക്കാരെ ആളുകൾ വേണം, അതിനെ ബോയ്ക്കോട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനക്കാരായിരുന്നു പ്രോ ചേഞ്ചേഴ്സ്, മാറ്റങ്ങൾ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ. ഈ നോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ആരായിരുന്നു, ബ്രിട്ടീഷുകാരോടുള്ള ഇതിന്റെ പ്രദേശത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നോൺ കോപ്പറേഷന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് കൗൺസിലുകളൊക്കെ തന്നെ ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ട ആളുകളായിരുന്നു നോ ചേഞ്ചേഴ്സ്, ചേഞ്ച് വേണ്ട എന്നുള്ള ആളുകൾ. മറ്റേത് പ്രോ ചേഞ്ചേഴ്സ് ആയിരുന്നു കേട്ടോ. മാറ്റത്തെ അനുകൂലിക്കുന്ന ആളുകളും മാറ്റമില്ലാത്തവരെന്ന രണ്ടായിട്ട് ഇവര് പിരിയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ നോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ നിലകൊള്ളാനായിരുന്നു അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവര് ബ്രിട്ടീഷ് ഭരണത്തെയൊക്കെ തന്നെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇനി നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ 1924 അവർ പുറത്തിറക്കി. അത് പ്രകാരം സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ സ്വരാജ് വേണം എന്നുള്ളതായിരുന്നില്ല, പകരം എന്തായിരുന്നു, ഡൊമിനിയൻ സ്റ്റാറ്റസ് മാത്രം മതി എന്നുള്ളതായിരുന്നു. അതുകൂടാതെ എന്ത് ചെയ്യുക, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തുടങ്ങാനുള്ള അവകാശം നേടിയെടുക്കുക, സെൽഫ് റൂള് നേടിയെടുക്കുക. അതുകൂടാതെ ധാരാളം മുനിസിപ്പൽ ബോഡീസിന്റെ മേലുള്ള കൺട്രോൾ ഇന്ത്യക്കാർക്കും കൂടി ലഭിക്കുക. പിന്നെ ഏഷ്യൻ കൺട്രീസിന്റെ എല്ലാ ഏഷ്യൻ രാജ്യത്തിന്റെയും കൊമേഴ്സും ട്രേഡ് വാണിജ്യവും വ്യവസായവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഫെഡറേഷനും രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു സ്വരാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അങ്ങനെ 1923 സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷൻസിൽ 104 സീറ്റുകളിൽ 42 സീറ്റുകളിലേക്ക് സ്വരാജ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, പ്രധാനമായിട്ടും കൗൺസിലുകളിലേക്ക് എൻട്രി ചെയ്തിട്ട് ബ്രിട്ടീഷ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമിടുക എന്നുള്ളതായിരുന്നു അല്ലെ. അതിൽ അവരെന്ത് ചെയ്തു, ഏറെക്കുറെ അവര് വിജയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്വരാജിസ്റ്റുകളെ കൊണ്ട് നമുക്ക് ധാരാളം ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ടും തൊഴിലാളികൾക്ക് ധാരാളം ബെനിഫിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വരാജിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഉപ്പു നികുതി കുറക്കാനും അതുകൂടാതെ തൊഴിലിടങ്ങളിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടുവരാനും ട്രേഡ് യൂണിയൻസിന്റെ സംരക്ഷണങ്ങളും പരുത്തിക്ക് മേൽ അന്ന് ചുമത്തിയിട്ടുണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടികളൊക്കെ തന്നെ എക്സൈസ് തീരുവകളൊക്കെ തന്നെ ഇല്ലാതാക്കാനൊക്കെ തന്നെ ഈ സ്വരാജിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ സ്വരാജ് പാർട്ടിയിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, ഈ പാർട്ടി അതിനെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ആ സമയത്ത് CR ദാസിന്റെ മരണം ഉണ്ടായി. പിന്നെ മെമ്പേഴ്സിന്റെ ഇടയിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഒരു ഏകോപനം ഇല്ലാത്തതിന്റെ പേരിൽ ഈ പാർട്ടി എന്ത് ചെയ്തു, ഏകോപനത്തിന്റെ പേരിൽ പരാജയപ്പെട്ടു. അതുകൂടാതെ
ഈ പറഞ്ഞ സ്വരാജ് പാർട്ടിയിലും രണ്ട് രീതിയിലുള്ള അംഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. റെപ്രസെന്റേറ്റീവ്സുകൾ എന്നും നോൺ റെപ്രസെന്റേറ്റീവ്സുകൾ എന്നുള്ള രണ്ട് വിഭാഗങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു, പാർട്ടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ചു. അങ്ങനെ പാർട്ടി പിന്നീട് എന്ത് ചെയ്തു, പരാജയത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും സ്വരാജ് പാർട്ടിയിലും ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ഒന്ന് ചുരുക്കി പെട്ടെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയായിരുന്നു അതിന്റെ പശ്ചാത്തലം? എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇപ്പൊ തന്നെ ഓർമ്മ നിൽക്കും. കാരണം ശനിയാഴ്ച എക്സാം ആണ്. അപ്പൊ ഇനി വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഫുൾ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിലൊന്നുപോലും നമ്മൾ വിട്ടിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ടില് 3-4 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ എന്തായിരുന്നു? മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്, റൗലത്ത് ആക്ട്, ജാലിയൻ വാലാബാഗ്, ഖിലാഫത്ത്, ഇക്കണോമിക് ഹാർഡ്ഷിപ്പുകൾ. അതിൽ ഖിലാഫത്ത് ഇഷ്യൂ തുടങ്ങുന്നത് എപ്പോഴാണ്? തുർക്കി 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെടുന്നു. തുർക്കിയെ ബ്രിട്ടീഷുകാരും മറ്റും ചേർന്ന് അപമാനിക്കുന്നു. തുർക്കിയിലെ ഖലീഫ ഭരണം ഇല്ലാതാക്കുന്നു. അതിൽ പ്രതികരിക്കാൻ എന്ന വിധം അലി ബ്രദേഴ്സ് ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഖിലാഫത്ത് പ്രശ്നവും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒന്നിച്ചു കൊണ്ടുപോയിട്ടാണ് സംഭവം ഉണ്ടാകുന്നത് അല്ലെ. റൗലത്ത് ആക്ട് നമുക്കറിയാം, അത് നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്വരാജ് പാർട്ടി, അത് മോത്തിലാൽ നെഹ്റുവും അതുപോലെ നമ്മുടെ CR ദാസുമാണ് ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും കൗൺസിൽ എൻട്രികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൗൺസിലിലൂടെ ബ്രിട്ടീഷ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, ഒബ്സ്ട്രക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ നമ്മൾ അടുത്തതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ റെവല്യൂഷണറി ടെററിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പൊ റെവല്യൂഷണറി മൂവ്മെന്റുകളെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പേപ്പറിലും പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അനുശീലൻ സമിതി, യുഗന്ധർ, ഇതുപോലെ സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇതിലെ റെവല്യൂഷണറി ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതില് സ്ത്രീകളുടെ സാന്നിധ്യം കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എക്സ്ട്രീമിസ്റ്റുകൾ, കാരണം മോഡറേറ്റുകളുടെ പരാജയം എക്സ്ട്രീമിസ്റ്റുകളുടെ വളർച്ചയിലേക്കും എക്സ്ട്രീമിസ്റ്റുകളിൽ നിന്നും വിപ്ലവകാരികളുടെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളായിരുന്നു അല്ലെ. ഒരുപാട് സ്റ്റെപ്സ് പോയി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ ഭേദം പെട്ടെന്നുള്ള പേടി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു വിപ്ലവകാരികളുടെ ആവശ്യം. ഇതായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭരിക്കുന്ന വർഗത്തെ തന്നെ താഴെ ഇടുന്നത് അല്ലെ. ആ ബോൾഷെവിക് റെവല്യൂഷൻ ഉണ്ടായി. പിന്നെ അതുകൂടാതെ വർക്കിംഗ് ക്ലാസ് ട്രേഡ് യൂണിയനുകൾ ഉണ്ടായി, പുതിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാവപ്പെട്ട തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ അല്ലെ. അപ്പൊ ലോകത്തുണ്ടായ ഈ ചേഞ്ചുകളൊക്കെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരായ നേതാക്കന്മാരെയും, അതായത് വിപ്ലവ നേതാക്കന്മാരിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കി. മാർക്സിസ്റ്റ് ഐഡിയകള്, കമ്മ്യൂണിസ്റ്റ് ഐഡിയകളൊക്കെ തന്നെ അവരിൽ ഒരുപാട് സ്വാധീനം ഉൾക്കൊണ്ടു. ഈ മാർക്സിസ്റ്റ് ഐഡിയകളും കമ്മ്യൂണിസ്റ്റ് ഐഡിയകളൊക്കെ തന്നെ അങ്ങനെ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളിലാണ് ഉണ്ടാവുക. ഈ സമയത്ത് പ്രധാനമായിട്ടും പഞ്ചാബ്, UP, ബീഹാർ, അതുപോലെ തന്നെ ബംഗാൾ, ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ റെവല്യൂഷണറി ടെററിസം, അതായത് വിപ്ലവ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ 1924 രൂപീകൃതമായ ഒരു വിപ്ലവ സംഘടനയാണ് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതിന്റെ വർഷവും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കത് ചോദിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. 1924 എന്ത് സ്ഥാപിതമായത്? HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ആരൊക്കെയായിരുന്നു അസോസിയേഷൻ സ്ഥാപിച്ചത്? രാംപ്രസാദ് ബിസ്മില്, ജോഗേഷ് ചാറ്റർജി, സജീന്ദ്രനാഥ് സന്യാൽ. കാൺപൂറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ആളുടെ പേര്, വർഷം, സംഘടനയുടെ പേര്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങിയത് ആരെങ്കിലും 1-2 ആളുകളുടെ പേരൊക്കെ തന്നെ ചോദിക്കുള്ളൂ. രാംപ്രസാദ് ബിസ്മില്, ജോഗേഷ് ചാറ്റർജി, സജീന്ദ്രനാഥ് സന്യാൽ. അതില് സജീന്ദ്രനാഥ് സന്യാലിന്റെയും രാംപ്രസാദ് ബിസ്മിലിന്റെയും ഒക്കെ തന്നെ പേര് മാത്രം ഓർത്ത് വെച്ചാലും മതി കേട്ടോ. അവരായിരുന്നില്ല പ്രധാനപ്പെട്ട ആളുകൾ.
ഇനി ഈ HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു ആയുധ കലാപം നടത്താനും അത് കൂടാതെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ HRAന്റെ ഒരു പ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഒരു ഒരു വിപ്ലവ സംഭവമാണ് കക്കോരി കോൺസ്പൈറസി കേസ് എന്ന് പറയുന്നത്. 1925 ഓഗസ്റ്റ് 9 രാംപ്രസാദ് ബിസ്മില്, ചന്ദ്രശേഖർ ആസാദ്, രജൻ ലഹോരി ഇവരൊക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്തു? ലക്നൌവിലെ കക്കോരിക്കടുത്തുള്ള ഒരു ട്രെയിൻ എന്ത് ചെയ്തു? കൊള്ളയടിച്ചു. അപ്പൊ ആ സമയത്ത് ഈ വിപ്ലവ സംഘടനകൾക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ഇത് സീക്രട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷൻസ് ആണ്. ഒരിക്കലും തന്നെ പബ്ലിക് ഫണ്ടിങ് ഇവർക്ക് കിട്ടൂല. അപ്പം ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു ട്രെയിൻ അവർ കൊള്ളയടിച്ചു. അതാണ് ഈ കക്കോരി കോൺസ്പൈറസി കേസ് എന്ന് പറയുന്നത്. അത് HRAന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു. അഷ്ഫുല്ല ഖാന്, രാംപ്രസാദ് ബിസ്മില്, രാഷൻ സിംഗ്, രജേന്ദ്ര ലഹോരി ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തു? ഇവരൊക്കെ ഈ ഒരു കക്കോരി കോൺസ്പൈറസി കേസിൽ ഉണ്ടായിരുന്നു. സംഭവത്തിന് ശേഷം ഇവരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇവരൊക്കെ തന്നെ തൂക്കിലേറ്റുകയും ചെയ്തു. ബാക്കിയുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അന്ന് കൊല്ലുന്നതിനേക്കാളും ഭീകരമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തുക എന്ന് പറയുന്നത്. ഈ HRA ഒന്ന് പുതുക്കി പണിതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, HSRA എന്ന് പറയുന്നത്. കാരണം കക്കോരി കോൺസ്പൈറസി കേസ് നോർത്ത് ഇന്ത്യയിലുള്ള വിപ്ലവ നേതാക്കന്മാരെ സംബന്ധിച്ച്, വിപ്ലവകാരികളെ സംബന്ധിച്ച് അവർക്ക് നിരാശ ഉണ്ടാക്കിയ ഒന്നായിരുന്നത്. കാരണം അത് പൂർണ്ണമായിട്ടും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പം UPന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ വിപ്ലവകാരികളായിട്ടുള്ള ബിജോയ് കുമാർ സിൻഹ, ശിവവർമ്മ, ജയദേവ് കപൂർ, ഭഗത് സിംഗ് ആൻഡ് ഭഗവതി ചരൺ, വോഹ്റ, സുഖ്ദേവ് തുടങ്ങിയ ആളുകൾ എന്ത് ചെയ്തു? ഈ HRAയെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് HRAയിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവകാരിയായിരുന്ന നേതാവായിരുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ അവർ എന്ത് ചെയ്തു? ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചിട്ട് സമ്മേളിക്കുകയും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നായിട്ട് അതിന്റെ പേര് മാറ്റുകയും ചെയ്തു. ഈ HRA ആണ് പിന്നീട് HSRA ആയിട്ട് മാറുന്നത്. ആദ്യം HRA ആയിട്ട് ആരംഭിച്ചു, 1928 HSRA ആയിട്ട് അത് മാറുകയും ചെയ്തു. ഇനി ഈ HSRന്റെ കീഴിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെയാണ് സൈമൺ കമ്മീഷൻ, സെൻട്രൽ അസംബ്ലി ബോംബ് കേസ്, ചിറ്റഗോങ് ആർമറി കേസ്, ലാഹോർ കോൺസ്പൈറസി കേസ്. ഇതൊക്കെ തന്നെ വിപ്ലവ പ്രവർത്തനങ്ങളായിരുന്നു അല്ലെ. സെൻട്രൽ അസംബ്ലിയിലേക്ക് ബോംബിട്ടത്, ചിറ്റഗോങ്ങിലെ ആയുധപ്പുരകള് അവര് അട്ടിമറിച്ചത്, ലാഹോർ കോൺസ്പൈറസി കേസ് എന്ന് പറയുന്നത്. ഈ ലാഹോർ കോൺസ്പൈറസി കേസും സൈമൺ കമ്മീഷനും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. സൈമൺ കമ്മീഷൻ നമുക്കറിയാലോ, 1928 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു സൈമൺ കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സൈമൺ കമ്മീഷനെ രൂപീകരിച്ചിരുന്നത്? ഓർമ്മല്ലേ? സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതും 1919 ആക്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആർക്കാ ഓർമ്മയുള്ളത്? ആർക്കാ ഓർമ്മയുള്ളത്? സൈമൺ കമ്മീഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ. നമുക്കിതൊക്കെ എക്സാമിന് ഇനി പഠിക്കാനുള്ളതാണ്. നമുക്ക് അധികം സമയമേ ഇല്ല, മറക്കാൻ പാടില്ല. സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഓർമ്മ ഉണ്ടാവും? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് ഒന്നും ഓർമ്മയില്ല? ആരെ പെട്ടെന്ന് പറയാം, നമുക്ക് സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണെന്നുള്ളത്. ആരും ഇല്ലേ? കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുരുക്കി ഓർമ്മയില്ല അല്ലെ. അപ്പൊ ഈ സൈമൺ കമ്മീഷൻ നമ്മൾ 19 ആക്ട് പറഞ്ഞല്ലോ. 19 ആക്ടിന്റെ പേരെന്തായിരുന്നു? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 19 ആക്ട് നമ്മള് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആക്ട് പറഞ്ഞല്ലോ. ആ ആക്ട് എന്തായിരുന്നു?
ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പറഞ്ഞ സമയത്ത് ഓക്കെ എന്നാ ഞാൻ പറയാം. നമ്മുടെ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെ, ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് 10 വർഷത്തേക്കാണ് കേട്ടോ. 10 വർഷം കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ എന്ത് പ്രഖ്യാപിച്ചിരുന്നു? 10 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ പിന്നീടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 10 വർഷത്തിന് മുമ്പ് തന്നെ മാറ്റങ്ങൾ വേണമെന്ന് ആരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ എവിടെയായിരുന്നു നമ്മുടെ 10 വർഷം മുമ്പ് തന്നെ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡുകൾ ഉണ്ടായി. അങ്ങനെയാണ് 1928 19 ആക്ടിനെ കുറിച്ചിട്ടുള്ള റിവിഷൻസിന് വേണ്ടിയിട്ട് സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടി മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ഈ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷൻ ആണെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ആരും എന്തിലുണ്ടായിരുന്നില്ല, ഈ സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൈമൺ കമ്മീഷൻ വന്നിറങ്ങിയ സമയം എന്ത് ചെയ്യാണ്, സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങളുമായിട്ട് ദേശീയ നേതാക്കന്മാർ എന്ത് ചെയ്യാണ്, അവരെ തിരിച്ച് അതിനെ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രതിഷേധത്തില് ലാഹോറിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? നമ്മുടെ ലാലാ ലജ്പത് റോയ് ആയിരുന്നു അല്ലെ. ആ ലാത്തി ചാർജിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലാലാ ലജ്പത് റോയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കേൽക്കുന്നതും അതിനുശേഷം ഒരു കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുന്നതും ചെയ്യുന്നത്. അങ്ങനെ ലാലാ ലജ്പത് റായ് എന്തായിരുന്നു? എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു, അതുപോലെ വിപ്ലവ ആശയങ്ങളുള്ള ആളുമായിരുന്നു. അപ്പം ലാലാ ലജ്പത് റായിന്റെ മരണം HSR അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറി, നമ്മുടെ ലാലാ ലജ്പത് റായിന്റെ മരണം. അപ്പം ഈ ലാലാ ലജ്പത് റായിന്റെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തിരുന്നത് പോലീസ് ഓഫീസർ ആയിരുന്ന പി സൗണ്ടേഴ്സ് ആയിരുന്നു. ഈ പി സൗണ്ടേഴ്സിന് എന്ത് ചെയ്തു, നമ്മുടെ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജഗുരുവും എന്ത് ചെയ്തു, അദ്ദേഹത്തെ വധിച്ചു. അതാണ് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അതന്നെയാണ് ലാഹോർ കോൺസ്പൈറസി കേസ് എന്ന് പറയുന്നത്. ഈ സൗണ്ടേഴ്സിനെ വധിക്കാൻ അവരെടുത്തിട്ടുള്ള ആ ഒരു ഇതിനെയാണ് ലാഹോർ കോൺസ്പൈറസി കേസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് എന്താ? സെൻട്രൽ അസംബ്ലി നടക്കുന്ന സമയത്ത് ബോംബ് എറിഞ്ഞതാണ് ഈ സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാര് ഒരു നിയമം ഇറക്കിയിട്ടുണ്ടായിരുന്നു, 2 നിയമങ്ങൾ പ്രധാനമായിട്ടും. ഒന്ന് പബ്ലിക് സേഫ്റ്റി ബില്ലും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും. ഈ പബ്ലിക് സേഫ്റ്റി ബില്ലും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും ഇന്ത്യക്കാരുടെ പൗര അവകാശങ്ങളെ, പൗര സ്വാതന്ത്ര്യങ്ങളെ കുറക്കുന്ന അല്ലെങ്കിൽ എടുത്തു കളയുന്ന രീതിയിലുള്ള 2 ബില്ലുകളായിരുന്നു ഇത് രണ്ടും. അപ്പം ഇതിനെതിരെയുള്ള ഒരു അസംതൃപ്തി ആയിരുന്നു സെൻട്രൽ അസംബ്ലി ബോംബ് എറിയ എന്ന് പറയുന്നത്. അങ്ങനെ ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ബോംബ് എറിയുന്നത്. അപ്പം ഈ HSR അംഗങ്ങള് ആദ്യം ഇതിനു വേണ്ടി തീരുമാനിച്ചിരുന്നത് ജയദേവ് കപൂറിനെയും BK ദത്തിനെയുമായിരുന്നു. പക്ഷെ ജയദേവ് കപൂറിന് പകരം BK ദത്തിനോടൊപ്പം പോയത് ഭഗത് സിംഗ് ആയിരുന്നു അതിനുവേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, അസംബ്ലി നടക്കുന്ന സമയത്ത്, മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ബോംബിട്ടു. അങ്ങനെ ബോംബിട്ടെങ്കിലും എല്ലാവർക്കും പരിക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഏറ്റില്ല. പക്ഷെ എങ്കിൽ കൂടി എന്ത് ചെയ്തു, ഭഗത് സിംഗിനെയും BK ദത്തിനെയും എന്ത് ചെയ്തു, ഈ ഒരു കേസിന്റെയുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ BK ദത്തിന് എന്ത് ചെയ്തു, ഈ പറഞ്ഞ തന്നെ ജീവപര്യന്തത്തിന് വിധിച്ചു. ആ സമയത്ത് ഭഗത് സിംഗിനെതിരെ മറ്റൊരു കേസും കൂടി ഉണ്ടായിരുന്നു, അതായത് ഈ ലാഹോർ കേസ്, അതായത് സൗണ്ടേഴ്സിനെ വധിച്ചതിന്റെ കേസും കൂടി വിചാരണ കൂടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെയും കൂടി വിചാരണ നേരിടാൻ വേണ്ടിയിട്ട് ഭഗത് സിംഗിനെ ലാഹോർ ജയിലിലേക്കും മാറ്റി. ഈ ലാഹോർ കോൺസ്പെറസി കേസിന്റെ ഭാഗമായിട്ട് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജഗുരുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഇതിന്റെ പേരിൽ 1931 മാർച്ച് 23 അവര് ലാഹോറിൽ വെച്ചിട്ട് അവരെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇനിയാണ് ചിറ്റഗോങ് ആർമറി കേസ് എന്ന് പറയും. ഇതും HSRന്റെ തന്നെ ഒരു വിപ്ലവ സംഭവമായിരുന്നു. അപ്പം ഇതിനു മുമ്പുള്ള, അതായത് ആദ്യകാലത്തുള്ള റവല്യൂഷണറി സംഘങ്ങളായിട്ടുള്ള അനുശീലൻ സമിതി, യുഗന്ധർ പോലുള്ള പാർട്ടികളിൽ ആകൃഷ്ടരായ കുറച്ച് ആളുകൾ എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് നമ്മുടെ സൂര്യാസെനെ പോലുള്ള ചിറ്റഗോങ്ങിലെ ഒരു വിപ്ലവ ഗ്രൂപ്പായിരുന്നു ഇവര്. അപ്പൊ ഇവർ ആ സമയത്ത് അവിടെയുള്ള ഒരു ബ്രിട്ടീഷ് ആയുധശാല, ഈ ബ്രിട്ടീഷ് ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു ആയുധശാല അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരുടെ ഈ ആയുധശാല അട്ടിമറിക്കുക അല്ലെങ്കിൽ അതിന് കേടുപാട് വരുത്തുക എന്നുള്ളതായിരുന്നു അവിടെ പ്രധാനപ്പെട്ട അവരുടെ
ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുകൂടാതെ ഈ സമയത്ത് ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾക്ക് എന്താണ്, ആ സമയത്ത് ജയിലിലുമാണ്. അപ്പം ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആയുധത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന അവരുടെ ഒരു മറ്റു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്ലാൻ എന്തായിരുന്നു? 2 ആർമറീസുകള്, 2 ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ആയുധശാലകള് ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ എല്ലാ ടെലിഫോൺ ചെയ്യുക, ചിറ്റഗോങ്ങിനും ബംഗാളിനും ഇടയ്ക്കുള്ള റെയിൽവേസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുക? ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പം പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ആയിരുന്നു അവര് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആയുധപുര ഒക്യുപ്പൈ ചെയ്യുക, എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ള ഗണേഷ് ഘോഷ് നയിച്ച ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന്റെ പേരിലായിരുന്നു ഈ ഒരു റൈഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം അവര് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ചിറ്റഗോങ് ആർമറി കേസിന്റെ പേരില് 1933 ഫെബ്രുവരി 16 സൂര്യ സെന്നിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ ജീവപര്യന്തം തടവിന് വിധേയമാക്കുകയും ചെയ്തു. ഇനി ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ ഒക്കെ തന്നെ ഇമ്പാക്ട് എന്തായിരുന്നു? ഒന്ന്, ഈ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് റെപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത്തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെ തുടക്കത്തിലെ അത് മുളയിലെ നുള്ളിക്കളയുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരുപാട് റെപ്രസീവ് ആക്ടുകൾ കൊണ്ടുവന്നു. അങ്ങനെ ഉദാഹരണത്തിന് നെഹ്റു ഒക്കെ സ്പീച്ച് ചെയ്യുന്ന സമയത്ത്, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്രാജ്യത്തിനെതിരെ സംസാരിച്ചു എന്ന പേരിലും റവല്യൂഷണറി ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ ധാരാളം ആക്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ് സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അങ്ങനെ വിപ്ലവ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട 2 സ്ത്രീകളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 പേരുകളാണ്. ഒന്ന് പ്രതിലത വഡേദാറും മറ്റൊന്ന് കൽപ്പന ദത്തും. ഇവർ ഈ സമയത്ത് റവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട വനിതകളാണ് പ്രതിലത വഡേദാർ, അതുപോലെ തന്നെ കൽപ്പന ദത്ത് എന്ന് പറയുന്നത്. ഇനി ഭഗത് സിംഗും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിപ്ലവാശയങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഈ വിപ്ലവാശയങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് അദ്ദേഹത്തിന് വിപ്ലവ പ്രവർത്തനങ്ങൾ നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അല്ലെ. അപ്പൊ ആദ്യകാലത്ത് അദ്ദേഹം ഒരു വിപ്ലവകാരി ആയിരുന്നെങ്കിലും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം വിപ്ലവ പ്രവർത്തനത്തിൽ നിന്നും മാറി മാർക്സിസ്റ്റ് ഐഡിയോളജിയിലേക്കൊക്കെ തന്നെ അദ്ദേഹം മാറിയിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ കുറിച്ചും കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പം നോർത്ത് നിന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതിലത വഡേദാറും കൽപ്പന ദത്തുമാണ് ഉള്ളത്. ഇനി ഭഗത് സിംഗിൻ്റെത്, ഭഗത് സിംഗ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിജയകരമായിട്ടുള്ള റവല്യൂഷന് മാസ് സ്ട്രഗിൾ വേണം അല്ലെങ്കിൽ പോപ്പുലർ സപ്പോർട്ട് വേണമെന്ന് ആവശ്യമുള്ള അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നിർബന്ധമാണ് എന്ന് അതിലുള്ള ഒരാളായിരുന്നു നമ്മുടെ ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിനെ പ്രൊമോട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരിക്കലും എന്ത് പറഞ്ഞിട്ടുണ്ട്? കമ്മ്യൂണലിസവും അതുപോലെ തന്നെ കൊളോണിയലിസവും രണ്ടും ഒരുപോലെ ശത്രുക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? കമ്മ്യൂണലിസത്തെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി സ്ത്രീകളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യകാലത്ത് 19ാം നൂറ്റാണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറുത്തു നിന്ന ഒരുപാട് വനിതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഓർമ്മ വരുന്ന ഫസ്റ്റത്തെ പേരാണ് റാണി ലക്ഷ്മി ബായിനെ കുറിച്ചിട്ടില്ല. ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായി, അതുകൂടാതെ കിത്തൂറിലെ റാണി ചെന്നമ്മ, ഹോൾക്കാർ റാണിയായിരുന്ന ഭീമാബായി, ഇവരൊക്കെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വാളെടുത്ത് പോരാടിയിട്ടുള്ള ചില വനിതകളാണ്. വിപ്ലവ പ്രവർത്തനങ്ങളല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള വനിതകളാണ് കിത്തൂറിലെ ചെന്നമ്മ, റാണി ലക്ഷ്മി ബായി, ഭീമാബായി, ഹോൾക്കർ. ഇനി നമ്മുടെ കൊളോണിയലിസത്തിനെതിരെ ഉള്ള പോരാട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. സരോജിനി നായിഡു ഉണ്ട്, നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉണ്ട്, കമലാദേവി ഉണ്ട്, മൃദുല സാരാഭായി ഉണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടിമാളു അമ്മ ഉണ്ട്, അക്കമ്മ ചെറിയാനുണ്ട്, കെ സാറാമ. ഇതൊക്കെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വനിതകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള. അതായത് ഹൻസ മെഹ്ത ഉണ്ട്, ഉഷ മെഹ്ത. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിപ്ലവ പ്രവർത്തനങ്ങളിൽ
പങ്കെടുത്തിട്ടുണ്ട്. അത് ഈ രണ്ടാം ഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അതുകൂടാതെ ധാരാളം വിദേശ വനിതകളായിട്ടുള്ള അതായത് ആനി ബസന്റ്, മാർഗരറ്റ് കസിൻസ്, ഇവരൊക്കെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള ആളുകളാണ് അല്ലെ. ഇനി കേരളത്തിൽ നിന്നുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ എ.വി. കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത്. 1926 മുതൽ അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യയിലെ ഈ പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഫ്രീഡം മൂവ്മെന്റിൽ സജീവമായിരുന്നു. അതുകൂടാതെ കേരളത്തിലെ ഹരിജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടിമാളു അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. മഹിളാ സംഘം പോലുള്ള സംഘടനകളൊക്കെ തന്നെ അവർ രൂപീകരിക്കുകയും അതുവഴി മലബാറിലെ സ്ത്രീ ജനതയൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒന്നിപ്പിക്കുന്നുണ്ട്. മഹിളാ സംഘങ്ങളൊക്കെ ആ സമയത്ത് രൂപീകരിക്കാൻ അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓൾ കേരള വുമൻസ് ലീഗ് ഫൗണ്ട് ചെയ്യുന്നതിലും ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ മൃദുല സാരാഭായ്. മൃദുല സാരാഭായ് നമ്മുടെ ഗാന്ധിയുടെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു. ഗാന്ധിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവര് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരോ സ്ഥലങ്ങളിലേക്കും ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനങ്ങളിലേക്ക് സംസാരിക്കാൻ വേണ്ടി ഓരോ പ്രതിനിധികൾ അയക്കലുണ്ടായിരുന്നു ഗാന്ധിയുടെ ഫോളോവേഴ്സിൽ നിന്നും. അങ്ങനെ പറഞ്ഞയക്കപ്പെട്ടവരിൽ ഒരാളാണ് നമ്മുടെ ഈ മൃദുല സാരാഭായി എന്ന് പറയുന്നത്. ഇനി ഖിലാഫത്തിലും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും ലിമിറ്റഡ് ആണെങ്കിൽ കൂടിയും സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഈ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും മറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അലി ബ്രദേഴ്സിന്റെ അമ്മയായിരുന്ന അല്ലെങ്കിൽ ഉമ്മയായിരുന്ന ബി അമ്മ, അബ്ദി ബാനു ബീഗം. ബി അമ്മ എന്നാണ് അവർ ചുരുക്കി വിളിക്കാറുള്ളത്. അപ്പം ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും ഖിലാഫത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 1930-33 ഗാന്ധിയുടെ സിവിൽ ഡിസൊബീഡിയൻസിലും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. ഗാന്ധി എന്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേറ്റർ ഫേസിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്ക് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ 500 പഴയ നോട്ടില് ഗാന്ധിയെ ഫോളോ ചെയ്യുന്നതിന്റെ ബാക്കിൽ തന്നെ ഒരു സ്ത്രീയാണ് അല്ലെ. ഇനി അത് കൂടാതെ സ്കൂൾ കുട്ടികളും, ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു ശാന്തി ഘോഷ്, അതുപോലെ തന്നെ സുനന്ദി ചൗധരി എന്ന് പറയുന്നത്. ഇവര് ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് കൊന്നിട്ടുണ്ട്, ഈ ശാന്തി ഘോഷും സുനന്ദി ചൗധരി. അതുകൂടാതെ 1932 ബിനാ ദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ ബിരുദാനന്തര കോൺവക്കേഷൻ സ്വീകരിക്കുന്ന സമയത്ത് ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർക്കെതിരെ വെടിയുതിർത്ത് അദ്ദേഹത്തെ കൊല്ലുന്നുണ്ട്. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, സ്ത്രീകളുടെ സാന്നിധ്യം കാണാൻ വേണ്ടി സാധിക്കും. കാരണം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആഹ്വാനം ചെയ്ത പിറ്റേ ദിവസം തന്നെ എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തപ്പം ബാക്കിയുള്ള നേതാക്കന്മാർക്കൊപ്പം നിന്ന് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾ വഹിച്ചിട്ടുണ്ട്. കാരണം അന്ന് നേതാക്കന്മാരെ പുറത്തിറങ്ങാത്ത സമയത്ത് സ്ത്രീകളായിരുന്നു ലഘുലേഖകളൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ ആളുകളിലേക്കും അവര് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും റേഡിയോകളൊക്കെ വഴി തന്നെ ഇതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നതും ആരായിരുന്നു, സ്ത്രീകളായിരുന്നു. അപ്പൊ ഒരു ചരിത്രകാരനാണ് ശേഖർ ബന്ദ്യോപാധ്യായ. ശേഖർ ബന്ദ്യോപാധ്യായയുടെ അഭിപ്രായത്തില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സുജിത കൃപലാനി, അരുണ ആസിഫ് അലിനെ പോലുള്ള ആളുകള് ഈ ഒരു മൂവ്മെന്റിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ ഇത്രയും പ്രസിദ്ധരായ വനിതകൾ കൂടാതെ ധാരാളം സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലുണ്ടായ പല മൂവ്മെന്റിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള തെബാഗ മൂവ്മെന്റിലും തെലങ്കാന മൂവ്മെന്റിലും ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് വുമൺ ബ്രിഗേഡിയറുകൾ അല്ലെങ്കിൽ നാരി ബാഹിനികൾ സംഘടിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രക്ഷോഭത്തിന് അവർ ഇറങ്ങിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിലും ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു വിങ് ഉണ്ടായിരുന്നു, ഫാൻസി റെജിമെന്റ് എന്ന് വിളിച്ചിട്ടുള്ള. ഇതിൽ എന്ത് ചെയ്യായിരുന്നു, സ്ത്രീകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതും അതിന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് റെവല്യൂഷണറി മൂവ്മെന്റുകളും അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1 നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇതില് ഈ ഒരു ഇതിൽ നമുക്ക് HSRA, HRA, ഇവരുടെ കക്കോറി കോൺസ്പൈറസി കേസ്, അതുകൂടാതെ നമ്മുടെ ലാഹോർ കോൺസ്പൈറസി കേസ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് കേസ്, സൈമൺ കമ്മീഷൻ, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നമ്മുടെ സ്ത്രീകളുടെ പങ്കാളിത്തം, ആ സ്ത്രീകളുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. കുട്ടിമാളു അമ്മനെ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ വിജയലക്ഷ്മിനെ, അങ്ങനെ കുറച്ച് ആളുകളുടെ വുമൻസ് പാർട്ടിസിപ്പേഷൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എഴുതേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പം ഓൾറെഡി 9:31 ആയി. അപ്പൊ ഈ ഒരു 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓ കേട്ടില്ല, ഒന്നുകൂടി പറയൂ. ഡൗട്ടൊന്നുമില്ല. ആണോ? ഓക്കെ എന്നാ. അപ്പൊ ഓക്കെ എന്നാല് ഇന്നിപ്പോ 9:31 ആയിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ചാപ്റ്റേഴ്സിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കി പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പഠിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കാരണം എക്സാമിന് കുറച്ച് ദിവസം, ഒരു 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എടുത്തത് ഇപ്പൊ തന്നെ ഒന്ന് നോക്കി പോവാം. അപ്പൊ അത് അവിടെ തന്നെ സെറ്റ് ആയിക്കോളും. കോൺക്രീറ്റ് ഇട്ട പോലെ അത് അവിടെ സെറ്റ് ആയിക്കോളും കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എനിക്ക് 3 ചാപ്റ്റർ തീർക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് സമയം കിട്ടിയില്ല. 2 വലിയ ചാപ്റ്റർ ആണ്. ഞാൻ മൊത്തം പറഞ്ഞത് നിങ്ങൾക്കത് വായിക്കുമ്പോൾ ഒന്നുകൂടി എളുപ്പം ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്നാല് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.